നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിൽ സ്വന്തം പെമ്മക്കളെ വസ്ത്രം നേരാമണ്ണം കൊടുക്കാതെ, അതായത് അവരിടുന്ന വസ്ത്രങ്ങൾ അവിടെ ഇവിടെ എത്താത്ത വസ്ത്രങ്ങൾ കൊടുത്ത് വീഡിയോസ് ചെയ്ത് വൈറലാക്കി കാശുണ്ടാക്കി ജീവിക്കുന്ന അമ്മയും അച്ഛനും അങ്ങനെയുള്ള കുടുംബക്കാരും ഉണ്ട്. കാരണം പെമ്മക്കള് തുണി ഉടുത്തില്ലെങ്കിലും വേണ്ടില്ല, വീഡിയോസ് ചെയ്ത് കുറെ പണം കിട്ടി കാറും ബംഗ്ലാവും എല്ലാം ഉണ്ടാക്കിയാൽ മതി. അവർക്ക് പെമ്മക്കള മാനം പോയാലും കുഴപ്പമൊന്നുമില്ല എന്നാണ് അവരുടെ ധാരണ. എന്നാൽ രണ്ടും മൂന്നും പെമ്മക്കളെ ഇട്ടും കൊണ്ട് ഇന്ന് തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് ജോലിയും ചെയ്ത് അമ്മയും അച്ഛനും മക്കളെ വളർത്തുന്നുണ്ട്. അച്ഛൻ മരിച്ചുപോയാലും അമ്മ കഷ്ടപ്പെട്ട് ആ പെമ്മക്കൾക്ക് മാനം മറയ്ക്കാനുള്ള തുണിയും മേടിച്ചു കൊടുത്ത് ആഹാരവും മേടിച്ചു കൊടുത്ത് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നുള്ള കാര്യം ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. അതെന്തുകൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാത്തത്? അവർക്ക് മാന്യതയുണ്ട്, പാവങ്ങളായിരിക്കും, അങ്ങനെയുള്ള പണം അവർക്ക് വേണ്ട എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല. മാനം പോയാലും വേണ്ടില്ല, പെമ്മക്കളെ എല്ലാ സാമാനങ്ങളും വെളിയിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാശിഞ്ഞ് വന്നാ മതി അച്ഛനും അമ്മയ്ക്കും. ആ കാശ് കൊണ്ട് സുഖമായിട്ട് പുട്ടുപടിച്ച് കാറിൽ കറങ്ങാം, ബംഗ്ലാവിൽ കിടക്കാം. ആ ബംഗ്ലാവ് വച്ചിട്ടോ അങ്ങനെയുള്ള പൈസ ഉണ്ട്. കോടികൾ മുടക്കി അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയിൽ ബംഗ്ലാവ് വാങ്ങിക്കും. ബംഗ്ലാവ് വാങ്ങിച്ചിട്ട് ബാത്റൂമിനകത്ത് കയറി നിന്ന് കുളിക്കുന്ന വീഡിയോസ് പുറത്തെടുത്ത് വിടും. പണ്ട് പാവങ്ങളെ വീട്ടിൽ മറപ്പര കെട്ടി ഓല കൊണ്ട് മറയ്ക്കും, അതിനകത്ത് നിന്ന് കുളിക്കും, ആരും കാണാതെ. ഇന്ന് കൊട്ടാരം പോലത്തെ വീട്ടിൽ നിന്ന് അതിനകത്ത് ഭയങ്കര സെറ്റപ്പിലുള്ള ബാത്റൂമും കുളിമുറിയൊക്കെ ഉണ്ട്, അതിനകത്ത് നിന്ന് കുളിച്ചും കൊണ്ട് അവളൊക്കെ വീഡിയോ എടുത്ത് പുറത്ത് വിട്ട് കാശുണ്ടാക്കി ജീവിക്കുന്ന കാവറയ്ക്ക് കുടുംബത്തില കുറെ എണ്ണമുണ്ട്. അങ്ങനെയുള്ള പൈസയൊക്കെ ഉണ്ടാക്കാം, പക്ഷേ മാനം പോവും. ആ മാനം തിരിച്ചു പിടിക്കാൻ ഈ ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് പറ്റൂല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം.